Hi everyone, this is Evin Say from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ടേബിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നടന്ന എല്ലാ പുതിയ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സിനെയും ന്യൂസിനെയും പറ്റിയ. സോ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസ് ആൻഡ് വാൾ പേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കും. സോ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്ത കുറേ കൂട്ടാറുണ്ട്. സോ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ iOS 7.3 ഒരു RC റിലീസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് RC റിലീസ് എന്ന് വെച്ചാൽ ഒഫീഷ്യൽ അപ്ഡേറ്റ് വരില്ലേ, അതിന് തൊട്ട് മുമ്പുണ്ടാകുന്ന ഒരു റിലീസാണ് ഈ പറഞ്ഞ RC റിലീസ്. അത് ഡെവലപ്പർ ബേറ്റാസിനും അതേപോലെ പബ്ലിക് ബേറ്റാസിനും മാത്രമല്ല ലഭിക്കുക. ഈ ഒരു 17.3 നമുക്ക് യൂണിറ്റി ബ്ലൂ എന്ന് പറഞ്ഞ പുതിയ വാൾപേപ്പറൊക്കെ ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കൂട്ടുകാർക്കും ഈ പറഞ്ഞ പുതിയ പുതിയ വാൾപേപ്പേഴ്സും വാച്ച് ഫേസും വാച്ച് ബാൻഡും എല്ലാം ലഭിക്കുന്നതാണ്. വാച്ച് ബാൻഡ് മാത്രം കാശ് കൊടുത്ത് വാങ്ങണം, അതിന് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടില്ല. അതേപോലെ തന്നെ വിഷൻ പ്രോ എന്ന് പറഞ്ഞ ഒരു പുതിയ എറ ആപ്പിൾ സ്റ്റാർട്ട് ചെയ്യാണ് February 2 തൊട്ട്. ഈ പറഞ്ഞ വിഷൻ പ്രോൻ്റെ കുറേയധികം ഡെമോ കുറേ വലിയ വലിയ യൂട്യൂബേഴ്സിനും അല്ലെങ്കിൽ അറിയപ്പെടുന്ന കുറച്ച് പേർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ MKBHD എന്ന് പറയുന്ന നമ്മുടെ മാർക്കസ് ലീ ബ്രൗൺലിയുടെ മാത്രം റിവ്യൂ നോക്കാം. പുള്ളിക്കാരൻ്റെ റിവ്യൂ അനുസരിച്ച് പറയുന്നത് ആദ്യത്തെ യൂസിൽ ഓക്കെ പൊളി എന്നുള്ള സീനായിരുന്നു. പക്ഷേ രണ്ടാമത്തെ യൂസൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരന് ആ ഹെവിനെസ് അല്ലെങ്കിൽ തലക്ക് വെയിറ്റ് തോന്നി തുടങ്ങി. കാരണം വിഷൻ പ്രോ എന്ന് പറയുന്ന ആ ഒരു ഡിവൈസിന് വെയിറ്റ് ഉണ്ടെന്നാണ് നമ്മുടെ MKBHD എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ഈ പറഞ്ഞ കുറേയധികം കൂട്ടുകാർ യൂസ് ചെയ്യുമ്പോഴും ഹെഡിൽ വേറെ ലൂപ്പ് വെച്ചിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ വലിയ ഭാരമോ കാര്യങ്ങളോ ഫീൽ ചെയ്യുന്നില്ല എന്നാണ് നമുക്ക് വേറെ റിപ്പോർട്ടും വരുന്നത്. അതേപോലെ നമ്മുടെ 2024 WW24 മുമ്പ് തന്നെ ഈ പറയുന്ന വിഷൻ പ്രോ USA അല്ലാതെ കുറേയധികം കൺട്രിയിലേക്കും ആപ്പിൾ വൈഡ് സ്പ്രെഡ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ഐപാഡിൻ്റെ ഒരു ഫുൾ റീഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. iPad Pro എന്ന് പറയുന്ന ഡിവൈസിൻ്റെ. അതേപോലെ എന്തൊക്കെ മേലെ വരുന്ന ചക്ക മാങ്ങ തേങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് ആപ്പിളിനെ കുറേയധികം ആൾക്കാരെ എടുത്ത് പൊങ്കാലയിട്ട് ആപ്പിൾ കോപ്പി അടിക്കുന്നുണ്ട്, ആപ്പിൾ ചേഞ്ച് വരുന്നില്ല, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട്. ഇപ്പോൾ എന്തുണ്ടായി, സാംസങ്ങിൻ്റെ S24 അല്ലെങ്കിൽ S24 അൾട്രയുടെയൊക്കെ ആ ഒരു ഇവൻറ്റ് കണ്ട ആൾക്കാർക്ക് അറിയാം. കുറേ എല്ലാം ഭൂരിഭാഗം എല്ലാ കാര്യങ്ങളും AI എന്ന് പറഞ്ഞ ഫീച്ചർ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ആപ്പിളിലെ സെയിം കോൺസെപ്റ്റിനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ടൈറ്റാനിയം ബോഡി ഒന്ന്, രണ്ടാമത്തത് ഈ പറയുന്ന AOD ആപ്പിളിൻ്റെ ആ ഒരു AOD വൺ ഹെഡ്സിലേക്ക് ഡിമ്മാവുന്ന വാൾപേപ്പർ ഡിമ്മാവുന്ന ആ ഒരു AOD വന്നപ്പോൾ എന്തൊക്കെ ബഹളമായിരുന്നു. ആപ്പിളിന് അങ്ങനെ ചെയ്യാൻ പാടില്ല, ആപ്പിളിന് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. സാംസങ് കൊണ്ടുവന്നപ്പോൾ ആർക്കും ഒരു പ്രശ്നവുമില്ല. അതേപോലെ തന്നെ സാംസങ്ങിൻ്റെ ഈ പറഞ്ഞ സെയിൽസിനെ വെട്ടിച്ചുകൊണ്ട് തന്നെ ആപ്പിൾ 2010 ശേഷം ഏറ്റവും ടോപ്പ് റാങ്കിൽ സ്മാർട്ട് ഫോൺ വിറ്റഴിച്ച ആ ഒരു കാറ്റഗറിയിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ 2023 വന്നിരിക്കുന്ന ഏറ്റവും ടോപ്പ് സെല്ലിംഗ് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് iPhone തന്നെയാണ്. ആൻഡ് 2023 അവസാന കാലഘട്ടത്തിലും നമ്മുടെ ഇപ്പോൾ ഈ 2024 തുടക്ക കാലഘട്ടത്തിലും ആപ്പിളിന് നല്ല രീതിക്കുള്ള കഷ്ടകാലം തന്നെയാണ്. ഇവൻ എന്തോ വിഷൻ പ്രോയും ബാക്കി കാര്യങ്ങളും റിലീസ് ചെയ്താലും മാസിമോ കമ്പനിയുടെ ആ ഒരു പേറ്റൻറ്റ് ഭയങ്കര പ്രശ്നമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ USA ആപ്പിൾ സീരീസ് 9ൻ്റെയും അല്ലെങ്കിൽ ആപ്പിൾ വാച്ച് സീരീസ് 9ൻ്റെയും Ultra 2ൻ്റെയും ബ്ലഡ് ഓപ്ഷൻ ഇല്ലാത്ത വേരിയൻറ്റ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വേരിയൻറ്റ് നമുക്ക് വാങ്ങിക്കാം. ആ ഒരു പ്രശ്നം നിൽക്കുമ്പോൾ തന്നെ മാസിമിൻ്റെ CEO ആയിട്ടുള്ള ഒരാൾ അല്ല പേരെനിക്കറിയാൻ പറ്റില്ല, പക്ഷേ പുള്ളിക്കാരൻ വന്നിട്ട് പറഞ്ഞെന്താ വെച്ചാൽ നിങ്ങൾ ബ്ലഡ് ഓക്സിജൻ യൂസ് ചെയ്യരുത് ആപ്പിൾ വാച്ചിന്, അതൊട്ടും റിലയബിൾ അല്ല എന്നൊരു ന്യൂസും ഇപ്പോൾ നമുക്ക് കേൾക്കുന്നുണ്ട്. എന്തൊക്കെ എവിടേക്കോ പൊട്ടിച്ചീറ്റിലും അതേപോലെ വലിയ പ്രശ്നം നടക്കുന്നുണ്ട്. അതേപോലെ ഈ അടുത്ത് ഞാനൊരു വീഡിയോ കണ്ടു. ഐഫോണിൻ്റെ ഒരു 15 സീരീസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റ് പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ വന്നത്. $10 എന്നാണ് ഈ പറയുന്ന വ്യക്തി iPhone 15 റിലീസ് ചെയ്യാൻ അല്ലെങ്കിൽ iPhone 15 ഉണ്ടാക്കാൻ വേണ്ടിയായിട്ടുള്ള കാശ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ $10 എന്ന് പറഞ്ഞാൽ എത്ര രൂപ ഉണ്ടാകുമെന്ന് അറിയുമോ? $1 എന്ന് പറഞ്ഞാൽ 70 രൂപയാണ്. പോട്ടെ, നമുക്ക് റഫായിട്ട് 70 തന്നെ പിടിക്കാം. $10 എന്ന് പറയുമ്പോൾ 700 രൂപയാണ്. നിങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ചിന്തിക്കാം. നമ്മൾ വലിയ കണക്കുകളോ ബാക്കി ഒന്നും എടുക്കണ്ട. 700 രൂപ കൊണ്ട് പോട്ടെ 1000 രൂപ കൊണ്ട് നിങ്ങൾക്ക് ഒരു ഫോണിൻ്റെ എന്തൊക്കെ പാർട്സ് ഏതൊക്കെ കമ്പനിയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. ഡിസ്പ്ലേ, ചിപ്സെറ്റ് പിന്നെ ആപ്പിൾ തന്നെ ഉണ്ടാക്കുന്നുണ്ട്, അത് വിട്ടുകളാം പോട്ടെ, അങ്ങനെ പറ. ഡിസ്പ്ലേ ഉണ്ട്,
ബോഡി ഉണ്ട്, മാനുഫാക്ചറിങ്, അതേപോലെ ട്രാൻസ്പോർട്ടേഷൻ, സെല്ലിങ്, അഡ്വർടൈസ്മെൻറ്റ്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു ഫോണിൻ്റെ ബാധകം തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ ഫോൺ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം $10 എന്ന് പറഞ്ഞാൽ നമ്മൾ തിന്നുന്നതും ചോറ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അത് വിശ്വസിക്കണം. ആൾക്കാർ വെറുതെ $10 എന്ന് പറയുമ്പോൾ അതും പൊക്കി പിടിച്ചൊന്നും വരരുത്. കാരണം $10 കൊണ്ട് ഒരു ഫോൺ, പ്രത്യേകിച്ച് ഐഫോൺ എന്ന് പറയുന്ന ഡിവൈസ് ഉണ്ടാക്കാൻ പറ്റില്ല. അതിൻ്റെ ചിപ്സെറ്റ് എന്നൊക്കെ പറയുമ്പോൾ കോൾകോമും ബാക്കി കാര്യങ്ങളൊക്കെ ഇതിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഫോക്സ്കോം, നമ്മുടെ ഡിവൈസ് ഈ പറഞ്ഞ അസംബിൾ ചെയ്യുന്ന ചൈനയിലെ വലിയ കമ്പനി, ഇങ്ങനെ കുറേ കാര്യങ്ങൾ, ഫാക്ടേഴ്സ് ഈ ഒരു ഡിവൈസിൻ്റെ പുറകിലുണ്ട്. ആ ഒരു കാര്യം ആപ്പിളിൻ്റെ iOS എന്ന് പറഞ്ഞ ആ ഒരു സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും എന്നീ പറഞ്ഞ കുറേ കാര്യങ്ങൾ സിങ്ക് ചെയ്താണ് ഈ പറഞ്ഞ ഐഫോൺ എന്ന് പറഞ്ഞ ഡിവൈസ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു $10 ഈ ഒരു ഡിവൈസ് ചീപ്പായിട്ട് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഒരിക്കലും ഇത്രയും കാശ് കൊടുത്ത് ഒരാൾ ഈ ഒരു ഫോൺ വാങ്ങിക്കില്ല. ആ ഒരു ഫോൺ ഒരിക്കലും വാങ്ങിക്കില്ല. ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ $10 ഒരു സാധനം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് $10,000 തരാണെങ്കിൽ കോമൺ സെൻസ് ഉള്ള നിങ്ങൾ ഒരിക്കലും അത് വാങ്ങിക്കില്ല. തൊട്ടപ്പുറത്ത് ഒരാൾ $1000 കൊണ്ടൊരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അതിലെന്തൊക്കെയോ ഉണ്ടെന്ന്. അത് നമ്മുടെ ഒരു ബേസിക് നേച്ചറാണ്. അതുകൊണ്ട് തന്നെയാണ് ആപ്പിൾ പ്രോഡക്റ്റിന് എന്തൊക്കെയോ ഉണ്ടെന്നും അതേപോലെ അതിൻ്റെ ഉൾപ്പെടുത്തിക്കൊണ്ടും നമ്മളെ കൊണ്ട് ഈ ഒരു ഡിവൈസ് വാങ്ങിപ്പിക്കുന്നത്. സോ $10 എന്ന് പറഞ്ഞാൽ അത് വെറുതെ മണ്ടത്തരമാണ്. അതും വിശ്വസിച്ച് ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ റീൽ ജസ്റ്റ് വെറുതെ ഒന്ന് ഷെയർ ചെയ്ത് ആൾക്കാരെ വെറുതെ മണ്ടന്മാരാക്കരുത്. EU അഥവാ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന സംഘടന കുറേയധികം കാര്യങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആപ്പിൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ആയിക്കോട്ടെ കുറേയധികം നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ iMessage ഈ പറഞ്ഞ RCS നിന്ന് മാറുന്നുണ്ട്. അതേപോലെ കുറേയധികം പുതിയ പുതിയ ഫീച്ചേഴ്സ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ പറയുന്ന എന്താ പറയുക ഈ USB-C എന്നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ സൈഡ് ലോഡിങ് എന്ന പരിപാടി എന്തിനാണ് ഈ പറഞ്ഞ EU ഐഫോൺ അല്ലെങ്കിൽ ആപ്പിളിന് ഇത്രയും ഫോഴ്സ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു ഉത്തരവും പറയാനില്ല. കാരണം സൈഡ് ലോഡിങ് എന്ന് പറയുന്നത് വേറെ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ നമ്മുടെ ഐഫോണിലേക്ക് വെറുതെ ഒരു പ്രൊട്ടക്ഷനും ഇല്ലാതെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ് സൈഡ് ലോഡിങ് എന്ന് പറയുന്നത്. ഈ ഒരു സൈഡ് ലോഡിങ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ പറഞ്ഞ സെക്യൂരിറ്റി ബ്രീച്ച്, അതുപോലെ ഡാറ്റ, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസ് പിന്നെയും കൂടും. നമ്മുടെ ഐഫോൺ ആണെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബ്രീച്ച് ഉണ്ടാവാതിരിക്കാം. പക്ഷേ അതിൻ്റെ ആ ഒരു എന്താ പറയുക ഇൻറ്റൻസിറ്റി പിന്നെയും കൂടാനുള്ള ചാൻസ് ഉണ്ട്. സോ ഒരിക്കലും EUൻ്റെ സൈഡ് ലോഡിങ് എന്ന ഓപ്ഷനിലേക്ക് എനിക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ EU പറയുന്ന കാര്യം ഫാക്റ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ തൊട്ട് താഴത്ത് എന്തായാലും കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം എത്ര പേർക്ക് ഈ പറഞ്ഞ ചൈനയിൽ ലൂണാർ ന്യൂ ഇയർ എന്നൊരു പരിപാടി അറിയാമെന്ന് എനിക്കറിയില്ല. പക്ഷേ അതൊരു വലിയ ഫെസ്റ്റിവൽ തന്നെയാണ് ചൈനയിൽ. ആ ഒരു കാര്യം ബേസ് ചെയ്തുകൊണ്ട് തന്നെ ആപ്പിളിന് ഏകദേശം $75 വരെയും ആപ്പിൾ കുറച്ചിട്ടുണ്ട് ഐഫോൺ. കാരണം ആപ്പിളിൻ്റെ സെയിൽസ് ചൈനയിൽ നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്. ചൈനയിലെ ഒഫീഷ്യൽ ഗവൺമെൻറ്റ്സ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഇപ്പം ഐഫോൺ ഉപയോഗിക്കരുത്, അതേപോലെ ആപ്പിളിൻ്റെ കുറേയധികം കാര്യങ്ങൾ ചൈനയിൽ ഉപയോഗിക്കരുതെന്നാണ്. നമ്മുടെ ആപ്പിളിൻ്റെ ചൈനീസ് മാർക്കറ്റ് ഡൗൺ ആണ്. ആ ഒരു മാർക്കറ്റ് പിന്നെയും ഒന്ന് റീഗ്രോ ചെയ്യാൻ വേണ്ടിയാണ് $75 വരെയും കുറച്ചുകൊണ്ട് ഈ പറഞ്ഞ ലൂണാർ ന്യൂ ഇയറിന് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതോടൊപ്പം ലൂണാർ ന്യൂ ഇയറിൻ്റെ ഒരു സ്പെഷ്യൽ എഡിഷൻ വാൾപേപ്പേഴ്സ് ആപ്പിൾ റിലീസ് ചെയ്യേണ്ട ഈ 3 വാൾപേപ്പേഴ്സും, അതായത് ഐപാഡ്, മാക്ബുക്ക്, ഐഫോൺ, ഈ 3 ഡിവൈസിനുമുള്ള വാൾപേപ്പേഴ്സും നമ്മുടെ എവിക്ക വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ പറഞ്ഞ 3 വാൾപേപ്പേഴ്സും ഡൗൺലോഡ് ചെയ്യാം, എൻജോയ് ചെയ്യാം. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ടേബിൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് വെച്ച കാര്യങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തെടുക്കുക. സോ ഇതേപോലെ പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളും അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് എബിൻ സേവ്യ ഫ്രം എവിക്ക.